പഴയ AKG സെന്ററിൽ VS അച്യുതാനന്ദന്റെ പൊതുദർശനം ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. നിരവധി ആളുകൾ ഇപ്പോഴും പുറത്ത് കാത്തു നിൽക്കുകയാണ്. VS എന്ന സമര പോരാട്ടത്തിൽ ഒരു നോക്ക് കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 മണിയോടുകൂടി ഒരുപക്ഷെ AKG സെന്ററിൽ നിന്ന് സാധ്യമായാൽ മൃതദേഹം വേലിക്കകത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ അത് നടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പുറത്തു നിൽക്കുന്ന ആ ജനസഞ്ചയത്തെ കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. അത്രയധികം ആളുകൾ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും അവിടെ AKG സെന്ററിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് ആളുകൾ നിർത്താതെ മുദ്രാവാക്യം വിളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കണ്ണേ കരളെ VS ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഇന്ന് അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരെ സംബന്ധിച്ച VS എന്നും ഒരു ജ്വലിക്കുന്ന ഓർമ്മയാണ്. സമരഭരിതമായ ഒരു കാലത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട്, സമരഭരിതമായ ഒരു ജീവിതത്തെ തന്നെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് കേരള ചരിത്രത്തിന്റെ ഏടുകളിൽ ജ്വലിക്കുന്ന ഓർമ്മയായി VS അവശേഷിക്കാൻ പോകുന്നത്. CPMന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ VS ഇന്ന് വൈകിട്ട് 3:20 വിടവാങ്ങിയത്. സനിസ ശോഭാചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് ചെയ്യുകയാണ്. സനിസ, ഇന്നിപ്പോൾ രാത്രി അവിടെ AKG സെന്ററിലെ പൊതുദർശനം അവസാനിച്ച ശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുക. അത് എപ്പോൾ സാധ്യമാകുമെന്നറിയില്ല. എങ്കിലും നാളെ എങ്ങനെയാണ് പൊതുദർശനവും മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ? എത്ര മണിയോടുകൂടി വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? ദിവ്യ, ഇവിടെ AKG സെന്ററിന് മുന്നിൽ കണ്ണേ കരളെ VS എന്നുള്ള മുദ്രാവാക്യം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് ഇവിടത്തേക്ക് AKG സെന്ററിലേക്ക് ഒഴുകിയെത്തുന്നത്. കണ്ണേ കരളെ VS എന്ന ആർത്ത് വിളിച്ച് ജനസാഗരത്തിന് നടുവിലൂടെയാണ് VSന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്നിറക്കി AKG സെന്ററിലേക്ക് പൊതുദർശനത്തിന് വെച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ VSന് ആദരാഞ്ജലി അർപ്പിച്ചു. AKG സെന്ററിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഇന്ന് രാത്രി തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും. രാവിലെ വരെ അവിടെ തുടരും. നാളെ 8 മണിയോടെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയോടെ VSന്റെ ഭൗതിക ശരീരം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. നാളെ വൈകിട്ട് ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. മറ്റന്നാൾ രാവിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് VSന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകും. അതിനുശേഷം ആലപ്പുഴ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കുന്ന മൃതദേഹം ആലപ്പുഴയിൽ വലിയ ചുടുകാട് ശ്മശാനത്തിൽ വൈകിട്ടോടെ സംസ്കരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇവിടെ AKG സെന്ററിന് മുന്നിൽ ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. കണ്ണേ കരളെ VS ഞങ്ങളെ ആകെ നയിച്ചു സഖാവേ എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. ഇവിടെ ആയിരങ്ങളാണ് ദിവ്യ ഒഴുകിയെത്തുന്നത് VSന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി. രാത്രി എല്ലാവർക്കും കാണാൻ അവസരം നൽകും എന്നാണ് പാർട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. VSനെ ഒരു നോക്ക് കാണാൻ നൂറുകണക്കിന് ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവരെല്ലാം കണ്ട് കഴിഞ്ഞ ശേഷം അവർക്കെല്ലാം കാണാൻ ഒരു അവസരം നൽകിയ ശേഷമായിരിക്കും AKG സെന്ററിൽ, പഴയ AKG സെന്ററിൽ പൊതുദർശനം അവസാനിപ്പിക്കുക. അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോവുക.
നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായി VSന്റെ മൃതദേഹം കൊണ്ടുപോവുക. മറ്റന്നാളാണ് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക.